ഹലോ എവ്രി വൺ, എല്ലാവർക്കും സബു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിലേക്ക് ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് എത്തിയതായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസം സ്റ്റേ ചെയ്തു. എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം വെറുതെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഒന്ന് കറങ്ങാം. അത് സിറ്റിയൊക്കെ കറങ്ങി നടന്ന് കണ്ടു. അപ്പം അതിന് ശേഷം ഞങ്ങൾ ഓർത്തു ഓക്കെ ഔട്ട്സൈഡ് ബാംഗ്ലൂർ എവിടെയെങ്കിലും കറങ്ങാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ നന്ദി ഹിൽസ് എന്ന ഡെസ്റ്റിനേഷൻ പോയിൻറ്റിലേക്ക് പോകുന്നത്. ഞങ്ങൾ അത് BMTC ബസ്സാണ് ഓപ്റ്റ് ചെയ്തത്. യാത്രാമാർഗം നമുക്ക് കാറിലും ബൈക്കിലും ഒക്കെ പോകാൻ സാധിക്കുന്ന ഇടമാണ്. അതൊരു ഹില്ലാണ്. അപ്പം നമുക്ക് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് വോൾവോ ബസ് കിട്ടി. അവിടുന്ന് ചിക്ബള്ളാപൂർ എന്ന സ്ഥലത്ത് ചെന്നിട്ട് വേണം നന്ദി ഹിൽസിലേക്കുള്ള ബസ് നമുക്ക് പിടിക്കാനായിട്ട്. മജസ്റ്റിക്കിൽ നിന്ന് ചിക്ബള്ളാപൂരിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഒത്തിരി വേറെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹെബ്ബാൽ, യലഹങ്ക, പിന്നെ അങ്ങനെ എറോഡ്രോമിൻ്റെ ഏരിയ ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത് കൂടാതെ നമുക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ മോളും ഈ ഹെബ്ബാലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് മോൾ ഓഫ് ഏഷ്യ എന്ന് തന്നെയാണ് ആ മോളിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഒത്തിരി ഫ്ലൈ ഓവേഴ്സും വലിയ വലിയ ബിൽഡിങ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഏരിയയിൽ. ഏപ്രിൽ മാസത്തിൽ പോയതുകൊണ്ട് തന്നെ ഒത്തിരി പിങ്ക് ഫ്ലവേഴ്സൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോൾ ഓഫ് ഏഷ്യ. പിന്നെ ഞങ്ങൾ അതൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ ചിക്ബള്ളാപൂരിലെത്തി. അവിടുന്ന് സെക്കൻഡ് ബസ്സാണ് നന്ദിപ്പേട്ട എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ നന്ദിപ്പേട്ടയ്ക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള യാത്രയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമുക്കൊരു വില്ലേജ് യാത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു പഴയ അമ്പലമാണ്. അമ്പലത്തിൻ്റെ ചുറ്റും അതിലാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നന്ദിപ്പേട്ടയ്ക്ക് തൊട്ട് മുമ്പ് താഴെയായിട്ടാണ് വരുന്നത്. പിന്നെ ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ വളരെ ചൂടും അതേപോലെ തന്നെ വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. റോഡൊക്കെ നല്ലതാണ് കേട്ടോ. ഞങ്ങൾ ബസ് മാർഗമാണ് പോയത്. അപ്പോൾ അവർക്ക് നല്ല പരിചയമാണ് അവിടെയൊക്കെ ഹില്ലിലൊക്കെ ഓടിച്ച്. അപ്പം നല്ല സ്പീഡിൽ തന്നെയാണ് ബസ്സുകാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. കയറി പോകുന്നതിനനുസരിച്ച് നമുക്ക് നല്ല വ്യൂവും കാണാൻ സാധിക്കുന്നതാണ്. റോഡൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ല. എല്ലാ വ്യൂവും ആസ്വദിച്ച് നമുക്ക് നന്ദിപ്പേട്ട എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. നന്ദിപ്പേട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. അപ്പോൾ നമ്മൾ ആഹാര സാധനമൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ചു പറിക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ അവിടെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുറേ പടവുകളുള്ള ഒരു കുളമാണ് കാണാൻ സാധിക്കുന്നത്. അതിലൊത്തിരി മത്സ്യങ്ങളുണ്ട് കേട്ടോ. വലിയ വലിയ മത്സ്യങ്ങളൊക്കെ നീന്തുന്നത് കാണാം. പിന്നെ ഈ നന്ദിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലം ടിപ്പു സുൽത്താൻ്റെ കാലത്ത് സമ്മർ ടൈമിൽ അദ്ദേഹം വിശ്രമിക്കാനൊക്കെ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണിത്. പിന്നെ അതിൻ്റെ മേളിലേക്ക് കയറും തോറും നമുക്ക് വേറെ വ്യൂ ഒക്കെ കാണാൻ സാധിക്കും. ഈ ടിപ്പു സുൽത്താൻ്റെ റൂംസൊക്കെ ആ സമയത്ത് പണി കഴിപ്പിച്ചിരുന്ന കല്ലുകൊണ്ടാണ് റൂംസൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മേളിലേക്ക് നമുക്ക് റോഡ് മാർഗവും കയറാം. പക്ഷേ ഞങ്ങളൊരു കാട്ടിനുള്ളിലൂടെ ഈ കൽപ്പടകളൊക്കെ കയറിയാണ് മേളിലേക്ക് പോയത്. അപ്പോൾ വേറെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കൽപ്പടകൾ മേള് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറിയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ കയറി ചെല്ലുന്നത് ഒരു പാർക്കിലേക്കാണ്. അവിടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി കളിക്കാനുള്ള സ്ലൈഡേഴ്സും ഒക്കെ അവൈലബിളാണ്. അപ്പം അവിടെ ഫോട്ടോസ് എടുക്കാം. ഈവൻ മുതിർന്നവരും അതിൻ്റെ മേളിലൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നതായിട്ട് കണ്ടു.
ഒത്തിരി മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. പിന്നെ കുരങ്ങിൻ്റെ ഒത്തിരി ശല്യമുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ പോകുന്നവർ എപ്പോഴും ആഹാര സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാഗിനുള്ളിൽ വെച്ച് നല്ലോണം കവർ ചെയ്യുക. അവരെന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനായിട്ട് വരുന്നതാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ഒരു ടോപ്പ് ഹില്ലിൽ ചെന്ന് ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ നമുക്ക് നന്ദി ഹില്ലിലെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ആഹാരം കഴിക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ്. പിന്നെ ഇവിടെ ഉള്ളതൊരു ബ്രിഡ്ജാണ്. വ്യൂ പോയിൻ്റ് അവർ ഉണ്ടാക്കി വെച്ചതാണ്. അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ കാണാം. പക്ഷേ ഈ ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ തന്നെ ഒത്തിരി കുരങ്ങുകൾ ആ സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാലിലാണെങ്കിൽ അത് പിടിച്ചു വലിച്ചു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാണ് ഞാൻ ഈ ബ്രിഡ്ജ് കടന്നത്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. നന്ദി ഹിൽസിൽ നിന്നുള്ള താഴേക്കുള്ള വ്യൂസ് നന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രാവിലെയാണ് വരുന്നതെങ്കിൽ ഏർലി മോർണിംഗ് സൺറൈസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല തിരക്കും ആയിരിക്കും ആ സമയത്തൊക്കെ. അപ്പോൾ സ്വന്തമായി വണ്ടിയുള്ളവരൊക്കെ അങ്ങനെ വന്ന് ആ വ്യൂവും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ടോപ്പ് ഹില്ലിലെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ആ ബ്രിഡ്ജ് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന ആ ടോപ്പ് ഹില്ലിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കയറുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പണ്ടത്തെ വിഗ്രഹങ്ങളും പിന്നെ തടിയിൽ കൊത്തിയ കുറച്ച് രൂപങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിനുള്ളിൽ. ഞങ്ങളിപ്പോൾ കയറിയില്ല, അതിന് നേരത്തെ കയറി ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുട്ടി കുട്ടി അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ആ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. വെയിൽ ഉള്ള സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഏർലി മോർണിംഗ് ഓർ ഈവനിങ് ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇവിടെ. അങ്ങനെ നന്ദിപ്പേട്ടയുടെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തു. നന്നായി എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് താഴെ വരികയാണ്. താഴേക്ക് ഇറങ്ങി ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സെയിം നമ്മൾ ചിക്കുള്ളപ്പൂരിലേക്ക് വന്നിട്ട് അവിടുന്ന് മെജസ്റ്റിക്കിലേക്കുള്ള ബസ് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ കറങ്ങാൻ വരുന്നവർ എന്തായാലും അവരുടെ ലിസ്റ്റിൽ നന്ദിപ്പേട്ട ഉൾപ്പെടുത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, ബൈ.